പ്രിയക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, സഹവിശ്വാസികളെ, കുഞ്ഞുങ്ങളെ, ഈ ക്രൂശിൻ്റെ വചനം ദൈവമക്കളുമായി വന്ന് അല്പസമയം പങ്കിടുവാൻ ജീവിതത്തിൽ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. എനിക്ക് അവസരം ക്രമീകരിച്ചു തന്ന ബഹുമാനപ്പെട്ട റോദനച്ചനോടുള്ള സന്തോഷവും നന്ദിയും ദൈവനാമത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നിച്ചുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. അത് ഇപ്രകാരമാണ്: ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഈ വാക്യത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വാക്യത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതിനെ വാഴ്ത്തണമേ, മുറുക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങനെ മക്കൾക്ക് വിഭാഗിക്കാനുള്ള കൃപ തരണമേ. മഹത്വം പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അദൃശ്യനായ ദൈവത്തിൻ്റെ ഭൂമിയിലെ ഒരു ദൃശ്യ ആവിഷ്കാരമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. നിന്ദ്യമായ പാപം ചെയ്തവരെ പരിശുദ്ധമായ ഈ ഭൂമി ദേവിയിൽ നിന്നും ഉയർത്തി നിർത്തുക, പൊക്കി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ റോമ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു കിരാതമായ ശിക്ഷാക്രമമായിരുന്നു ക്രൂശീകരണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ സമയത്തല്ല, കർത്താവിനെയല്ല ആദ്യമായി ക്രൂശിച്ചത്. ഇതിനു മുമ്പ് പേർഷ്യക്കാർ, ഗ്രീക്കുകാർ ഒക്കെയും ഈ ക്രമം പാലിച്ചിരുന്നു. അവരെ അടിമകളെയും രാജ്യദ്രോഹികളെയും ഒക്കെ ഇങ്ങനെ തൂക്കിലേറ്റുമായിരുന്നു. കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചത്, വിധിന്യായം പുറപ്പെടുവിച്ചത് സൻഹെദ്രി സംഘമാണ്. 71 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് അവിടുത്തെ സജീവ മെമ്പേഴ്സാണ് യായിറോസ്, നിക്കോദിമോസ്, പിന്നെ അരിമത്യാക്കാരൻ ജോസഫ്. ഇവരൊക്കെ അവിടുത്തെ വലിയ പ്രമാണിമാരായിരുന്നു. യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരുമായിരുന്നു. അവിടെ നിന്നാണ് കർത്താവിനെ ക്രൂശീകരിക്കാനുള്ള വിധിന്യായം പുറപ്പെടുവിച്ചത്. അവിടുത്തെ സുപ്രീം കോർട്ട് എന്ന് പറയും. അതേസമയം തന്നെ 2 ദുഷ്കർമ്മികളെയും അവിടെ നിന്ന് ക്രൂശിക്കപ്പെടാനായിട്ട് വിധിച്ചിരുന്നു. അപ്പം അവർ തമ്മിൽ ആലോചിച്ചു, യേശുവിനെ ക്രൂശിക്കണം, എന്നാൽ യേശുവിനോടൊപ്പം 2 ദുഷ്കർമ്മികളെ കൂടെ ക്രൂശിലേറ്റണം. അങ്ങനെ കാൽവറിയുടെ മലമുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പാരിനും പരപ്പിനും മുകളിലായിട്ട് ക്രൂശിൽ തറച്ചു. ഇടത്തും വലത്തും 2 ദുഷ്കർമ്മികൾ. കർത്താവിനെ നടുവിൽ ക്രൂശിച്ചു. അതിന് പല കാരണമുണ്ട്. കർത്താവിനെ എന്തിന് നടുക്ക് ആക്കി എന്നത്. എന്നോട് ഒരാൾ ചോദിച്ചു, അതെന്തിന് യേശുവിനെ നടുഭാഗത്ത് ക്രൂശിച്ചത്? പെട്ടെന്ന് എൻ്റെ അന്തരാത്മാവിൽ അതിൻ്റെ ഉത്തരം കിട്ടി. ഇടത്തും വലത്തും കിടക്കുന്നവർ സാധാ കള്ളന്മാർ, ദുഷ്കർമ്മികൾ. നടുവിൽ കിടക്കുന്നവൻ ഏറ്റവും വലിയ നികർഷം. അങ്ങനെ വരുത്തി തീർക്കാനാണ് നടുവിൽ. അതൊരു ചിന്തയുണ്ട്. വേറെ ഉണ്ട് ചിന്ത. അത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമയം ദീർഘിക്കും. ഈ ക്രൂശിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ഒന്ന് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമാണ്. 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സംഖ്യയാണ് വേദപുസ്തകത്തിൽ. നമുക്ക് ക്രൂശിലേക്ക് ഒന്ന് നമ്മുടെ ദൃഷ്ടികളൊന്ന് ഉയർത്തി നോക്കാം. നിങ്ങൾ കൈവിരലിൽ എണ്ണിക്കോണം. ഒരു രക്ഷകൻ, 2 ദുഷ്കർമ്മികൾ, 3 ആണികൾ. യേശുവിൻ്റെ വസ്ത്രം 4ആയി പങ്കിട്ടു. 5 തിരുമുറിവുകൾ. 6 മണിക്കൂർ ക്രൂശിൽ പാരനും പരപ്പിനും മധ്യേ തൂങ്ങിക്കിടന്നു. 7 തിരുമൊഴികൾ. ഇനി ഈ തിരുമൊഴികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 7
കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ദൈവമല്ലേ, കർത്താവ് പ്രാർത്ഥിക്കണോ? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവപുത്രനാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, പക്ഷേ മനുഷ്യപുത്രനാണെങ്കിൽ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം മനുഷ്യപുത്രന്മാരാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. കർത്താവും പൂർണ്ണ മനുഷ്യനാണ്, കർത്താവ് പ്രാർത്ഥിക്കണം. കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ മൊഴി, പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയാൻ ഇവരോട് ക്ഷമിക്കണം. രണ്ടാമത്, ഇന്ന് നീ എന്നോട് കൂടെ പരദേശയിലിരിക്കും. മൂന്നാമത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. നാലാമത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. അഞ്ചാമത്, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്, എല്ലാം നിവർത്തിയായി. ഏഴാമത്, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. അങ്ങനെ 7 മൊഴികൾ കർത്താവ് ക്രൂശിൽ കിടന്ന മൊഴിവാനിടയായി. അതിൽ രണ്ടാമത്തെ മൊഴിയാണ് കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. സാധാരണ കർത്താവിനെല്ലാം ക്വിക്ക് ആക്ഷനാണ്. ഇന്നെന്ന് പറയുമ്പോൾ അത് സമയം ഏറെയുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇവൻ മരണപ്പെടണ്ടേ? മരണപ്പെട്ട് കഴിഞ്ഞല്ലേ ഇവന് പാരഡൈസ് ഓഫർ ചെയ്യേണ്ടത്. അപ്പം സമയമെടുക്കും. ഇവൻ മരിച്ചു കിട്ടണം. മരിച്ചു കഴിഞ്ഞാണ് പർദീസയിലേക്ക് അവന് എടുക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്ന് എന്ന് കർത്താവ് അടിവരയിട്ട് അവിടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ 7 മൊഴികൾ. ക്രൂശിൽ 7 അത്ഭുതം നടന്നു. ഒന്ന്, സൂര്യൻ ഇരുണ്ടു, ഭൂതലമാകെ കൂരിരുൾ നിറഞ്ഞു. ദൈവാലയത്തിൻ്റെ കർട്ടൻ, തിരശ്ശീല മേൽ തൊട്ട് അടിയോളം ചീന്തിപ്പോയി. താഴെ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിപ്പോയി. താഴെ നിന്നാണെങ്കിൽ ആരെങ്കിലും വലിച്ചു കയറിയതാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ വലിച്ചു കയറാനും സാധ്യതയില്ല. 4 ഇഞ്ച് കനമുണ്ട്, 4 കളറുമുണ്ട് ഈ കർട്ടൻ. മേലിൽ നിന്ന് അടിയോളം ചീന്തിപ്പോയി. ഭൂകമ്പമുണ്ടായി, പാറകൾ പിളർന്നു, നൂറ്റാണ്ടുകളെ അടഞ്ഞു കിടന്നിരുന്ന കല്ലറകൾ, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. അവ പട്ടണം തോറും നടന്ന് പലർക്കും പ്രത്യക്ഷരായി. അങ്ങനെ അനവധി സംഭവങ്ങൾ നമുക്ക് ക്രൂശിൽ കാണാൻ സാധിക്കും. ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളന് കർത്താവ് പാപമോക്ഷം കൊടുക്കുകയാണ്. 2 കള്ളന്മാർ, അവർക്ക് പേരുണ്ട് കേട്ടോ. ഒരാൾക്ക് ദിസ്മാസ്, രണ്ടാമൻ്റെ പേര് ഗസ്തോസ്. നല്ല കള്ളൻ എന്ന് ഇത് ജോസഫസ് എന്ന ചരിത്രകാരൻ്റെ ഒരു പ്രയോഗവും. നല്ല കള്ളൻ എന്ന ആ വാക്കൊന്ന് തിരിച്ചെഴുതി നോക്കിയായിട്ട്, നല്ല കള്ളൻ, കള്ളനെ ഒന്ന് തിരിച്ചെഴുതി നോക്കിയായിട്ട് കള്ളനല്ല. അവനിപ്പോൾ കള്ളനല്ല, എന്നിട്ടും ഒരേ കള്ളനെന്ന് വിളിക്കുക. നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പ്രസംഗകരെ എല്ലാവരും ഇങ്ങനെ അവനെ വിളിക്കുന്നത് നല്ല കള്ളൻ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മുടെ പേര് ചീത്തയായാൽ ജീവിതത്തിൽ ഒരിക്കലും ആ തൽപ്പേര് മടക്കി കിട്ടുകയില്ല. അവനെ കള്ളനെന്നേ സംബോധന ചെയ്യുകയുള്ളൂ. 2 പേർ ഒന്നിച്ച് പഠിച്ചവർ, ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നവർ, ഒരേ സ്കൂളിൽ പഠിച്ചവർ, പേരിനും സാമ്യം, ദിസ്മാസ് ഗസ്താസ്, ഒരു പ്രാസം ഒപ്പിച്ച് പറയുന്നതിലെ 2 പേരും മോഷണത്തിൻ്റെയും പിടിച്ചുപറികളുടെയും എല്ലാം അതിൻ്റെ ടെക്നിക്കുകൾ പഠിച്ചവരാണ്. ഒന്നിച്ചിറങ്ങി, ഒന്നിച്ച് പോലീസിനാൽ പിടിക്കപ്പെട്ടു, ഒന്നിച്ച് ജയിലിലായി, ഒന്നിച്ച് അവരെ ക്രൂശിലേറ്റാൻ വിധിയുമായി. അവർ യേശുവിൻ്റെ ക്രൂശിൽ ഇടത്തും വലത്തുമായിട്ട് കിടന്നു.
ഒരുത്തൻ മഹാമോശമാണ്, മറ്റവനൊരു അല്പം വിട്ടുവീഴ്ചയുണ്ട്. നല്ല കടം. രണ്ടുപേരും ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരുവൻ ദിസ്മാസ് അങ്ങ് യേശു ക്രിസ്തുവിനെ അങ്ങ് പരിഹസിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പരിഹസിക്കുക ക്രൂശിൽ കിടന്നുകൊണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ കൂടെ രക്ഷിക്കും. അവന് യേശുവിനെ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, യേശുവിൻ്റെ വചനം കേട്ടിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല, സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, പ്രാർത്ഥനാ യോഗത്തിൽ പോയിട്ടില്ല, അവനൊന്നുമില്ല, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അവനുമില്ല മറ്റവനും. ഇവന് യേശുവിനോട് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാം, ഞങ്ങളെ രക്ഷിക്കാം. താഴെ നിൽക്കുന്നവരും പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാം. ഈ 3.5 വർഷക്കാലം കർത്താവ് പ്രവർത്തിച്ചത് താഴെ നിന്നല്ല. അന്നേരം ഒന്നും ഇവർക്ക് യേശുവിനെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാം, കർത്താവിനോട് ആക്രോശിക്കുക. അങ്ങനെ കർത്താവിനെ അവൻ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം കർത്താവ് വളരെ മൗനമായി ക്രൂശിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദമെടുത്ത് കർത്താവ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണം. ഒരു പ്രാർത്ഥന. അനാട്ടമി പഠിച്ചാൽ, അതായത് ശരീരശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ശബ്ദിക്കാൻ സാധിക്കുകയില്ല. കാരണം തോളെല്ലും കഴുത്തിൻ്റെ എല്ലും കൂടെ താഴേക്ക്, അസ്ഥികൾ താഴേക്ക് ഇറങ്ങി വന്ന് ഇടുപ്പിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരക്ഷരം ഒരു വ്യക്തിക്ക് ഉരിയാടാൻ സാധിക്കുകയില്ല. എങ്കിലും കർത്താവ് തൻ്റെ ആവോളം തൻ്റെ ശക്തിയെടുത്ത് കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ഇതെല്ലാം എനിക്ക് വളരെ വിശദീകരിക്കണമെന്നുണ്ട്. എനിക്ക് മണിക്കൂറുകൾ വേണം, എനിക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കർത്താവ് പ്രാർത്ഥിക്കുക. കുറ്റവാളിയായ ഒരു വ്യക്തിക്ക്, ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. അവന് ഗസ്താസ്, അതായത് നല്ല കള്ളൻ, അവൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, അമാനുഷികമായ എന്തോ ഒരു ശക്തി ഇവനിലുണ്ട്. ഇവൻ വെറും കുറ്റവാളിയല്ല, കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ സ്വയം തന്നിലേക്കൊന്ന് നോക്കി, താൻ മഹാ കുറ്റക്കാരനാണെന്നും യേശു മഹാപരിശുദ്ധനാണെന്നും അവൻ തിരിച്ചറിയുന്നു. ഇവൻ കുറ്റം ചെയ്യാതാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് അവന് ഒരു അന്ധകാരമാകുന്നൊരു ബോധ്യം വരുന്നു. അവൻ തന്നെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. കർത്താവ് മഹാപരിശുദ്ധനാണെന്നും കർത്താവിൽ നിന്ന് കിട്ടുന്ന പാപമോക്ഷം 100% ഉറപ്പാണെന്നും അവൻ വിശ്വസിച്ചു. തന്നിലേക്ക് നോക്കി തന്നെ വന്ന് തൻ്റെ അകൃത്യങ്ങളൊക്കെ അവന് എണ്ണി ചിന്തിച്ചു. അതേസമയം കർത്താവിങ്ങനെ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റവൻ ശത്രുക്കൾക്ക് വേണ്ടി അവരെ പഴിക്കുകയും ദൂഷിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. തന്നെ ജനിപ്പിച്ചവരെയും താൻ ജനിച്ച ദിവസത്തെയും എല്ലാം അവനിങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവനും യേശുവിൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിനോട് ചേർന്ന് ഇവനും പ്രാർത്ഥിച്ചു. ഇവൻ്റെ അന്തരാത്മാവ്, പരിശുദ്ധാത്മാവ് തുറന്നു. ഇവൻ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. ഇവൻ മാനസാന്തരപ്പെട്ടു, 100% മാനസാന്തരപ്പെട്ടു. തൻ്റെ തെറ്റുകളെ ഓർത്ത് അനുദപിച്ചു എന്ന് കർത്താവിന് ബോധ്യം വന്നപ്പോൾ കർത്താവ് ഉടനെ അവന് പ്രോമിസ് കൊടുക്കുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. സ്വർഗത്തിലല്ല, പർദീസ എന്ന് പറഞ്ഞാൽ അത് ലോഞ്ച. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ റെസ്റ്റ് എടുക്കുമല്ലോ ഫ്ലൈറ്റിലേക്ക് കയറാൻ. അപ്പോൾ ഒരു ലോഞ്ച് എന്ന് പറയും. അവിടെയാണ് ഇനി സ്വർഗത്തിലേക്ക് പോകാൻ ഇനി കടമ്പകളുണ്ട്. ഇപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബൊക്കെ വസിക്കുന്ന പാരഡൈസിലാണ് ഇപ്പോൾ അവനെ ആക്കിയിരിക്കുന്നത്. അവൻ്റെ ഒരു ഭാഗ്യം നോക്കണേ. അന്ന് ആ വെള്ളിയാഴ്ച ദിവസം ഇവൻ
കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇവന് യേശുവില്ലായിരുന്നു, യേശുവിനെ അറിയത്തില്ലായിരുന്നു. പ്രഭാത ഭക്ഷണം ജയിൽ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ഇവന് യേശുവില്ലായിരുന്നു. ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവന് യേശുവില്ലായിരുന്നു. ഉച്ചയോടുകൂടി അവൻ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും അവൻ യേശുവിലായി. വൈകുന്നേരം ആയപ്പോഴേക്കും പൂർണ്ണമായി അവൻ യേശുവിനെ ഉള്ളിൽ കൈക്കൊണ്ട് യേശുവിനത് ബോധ്യം വന്നപ്പോൾ കർത്താവ് അവന് 100% പാപമോക്ഷം കൊടുത്തുകൊണ്ട് അവനൊരു ഓഫർ കൊടുക്കുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. എത്ര മഹാഭാഗ്യം! അവൻ മരിച്ചു. മരിക്കുന്നത് പട്ടാളക്കാർ വന്ന് അവരുടെ മുട്ടുകൾ ഒടിക്കും. 2 കള്ളന്മാരുടെയും മുട്ടുകൾ ഒടിക്കും. പിന്നെ ശ്വാസമെടുക്കാൻ നിവർത്തിയില്ല. അങ്ങനെ അവർ പെട്ടെന്ന് മരിക്കും. യേശുവിൻ്റെ കാൽമുട്ട് അവർ ഓടിക്കുന്നതിന് മുമ്പ് യേശു മരിച്ചു. കള്ളന്മാർ മരിക്കുന്നതിന് മുമ്പ് യേശുവാണ് ആദ്യം മരിച്ചത്. ചെറുപ്രാണനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചത്. അപ്പോൾ നടന്ന സംഭവങ്ങളാണ് നാം ചിന്തിച്ചത്. സത്യത്തിൽ എന്തിന് യേശുവിനെ ക്രൂശിച്ചു? ജീവിച്ചിരിക്കെ പറഞ്ഞു, ഞാൻ ക്രൂശിൽ മരിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യാതൊരു ടാക്സ് വെട്ടിപ്പും നടത്തിയില്ല. ടാക്സ് കൃത്യമായി ഗവൺമെൻറ്റിന് കൊടുത്തു. കൈസർക്ക് കരം കൊടുക്കാൻ ആവശ്യം വന്നപ്പോൾ സഹപ്രവർത്തകനെ കടലിൽ വിട്ട് ചൂണ്ടയിട്ട് കടലിൽ കിടന്ന മീനിൻ്റെ കുടലിൽ നിന്ന് ബ്രഹ്മ കണ്ടെത്തി. അത് ടാക്സ് അടച്ച കർത്താവാണ്. ടാക്സ് വെട്ടിപ്പ് നടത്തിയില്ല. യാതൊരു രക്തച്ചൊരിച്ചിലും നടത്തിയില്ല. രക്തസ്രവക്കാരിക്ക് സൗഖ്യം കൊടുത്ത ചരിത്രമേ ഉള്ളൂ. ഒരു യുദ്ധവും ചെയ്തില്ല. ആരെ കൊണ്ട് യുദ്ധവും ചെയ്യിച്ചുമില്ല. ആരെ കരയിച്ചില്ല. കരയുന്നവരുടെ കണ്ണുനീർ ഒപ്പിയതേയുള്ളൂ. ആരെയും പട്ടിണി കിട്ടിയില്ല. പട്ടിണിയോടിരുന്നവർക്ക് വയറ് നിറയെ ആഹാരം കൊടുത്ത കരങ്ങളാണ്. കല്യാണ വീട്ടിൽ അവരുടെ മാനക്കേട് തീർക്കാൻ അവിടെ തീർന്നു പോയ വീഞ്ഞ് വെള്ളം വാഴ്ത്തി വീഞ്ഞാക്കി കൊടുത്ത് ആ ഭവനത്തിൻ്റെ നാണക്കേടിൽ നിന്ന് അവരെ രക്ഷിച്ചു. എത്രയെത്ര സംഭവം, എത്രയെത്ര കാര്യങ്ങൾ. പാർശ്വവൽക്കപ്പെട്ടവരെ, വൈദ്യന്മാർ ഉപേക്ഷിക്കപ്പെട്ടവരെ, ലോകം ഉപേക്ഷിക്കപ്പെട്ടവരെ, സമൂഹം ഒറ്റപ്പെടുത്തിയവരെ, രോഗികളായിരിക്കുന്ന കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാണ്. മുടന്തന്മാർക്ക് സൗഖ്യം, കൂനിയെ തൊട്ട് സൗഖ്യം, ശോഷിച്ച കൈയുള്ളവന് സൗഖ്യം കൊടുത്തു. എന്ന് വേണ്ട എന്ത് ദോഷപ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത്? എന്ത് ബേസിലാണ് കർത്താവിനെ ക്രൂശിച്ചത്? അച്ഛനോട് വായിച്ചത് അസൂയ മൂത്ത് ആണ് കർത്താവിന്. കർത്താവ് എപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ചെന്നാലും അവരുടെ ബിസിനസ്സിനെ ഇടികൊണ്ട കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ ചെല്ലുന്ന സമയം. പിന്നെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അവർ പ്രാർത്ഥിച്ച് ഒരു ജലദോഷം പോലും ആരുടെയും മാറ്റിയിട്ടില്ല. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാണ് രക്തസ്രവക്കാരി സൗഖ്യം പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചാൽ മൂക്കലിരിക്കുന്ന ഒരു ഈച്ച പോലും പറന്നു പോവുകയില്ല. എല്ലാം കൊണ്ട് ഇവർക്ക് അസൂയ കയറി എങ്ങനെയെങ്കിലും കർത്താവിനെ ഒതുക്കണം. അങ്ങനെ ഗൂഢാലോചന നടത്തി കള്ളക്കേസുകൾ ഉണ്ടാക്കി കഥകൾ മെനഞ്ഞ് കർത്താവിനെ ഇതാ ക്രൂശിൽ ഏറ്റി. കർത്താവ് ക്രൂശിൽ പ്രാണനെ വെടിഞ്ഞു നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. എനിക്ക് വളരെ ഇതിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ട്. എങ്കിലും എനിക്ക് അനുവദിച്ച സമയം ഏറെക്കുറെ തീർന്നു വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വാക്കുകളെ ചുരുക്കുക.
നമുക്ക് ആ ക്രൂശിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ പതിക്കാം. ക്രൂശ് കൊണ്ട് നമുക്ക് ലഭിച്ച നന്മകൾ എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാം. ക്രൂശ് മൂലം നമുക്കുണ്ടായ നേട്ടങ്ങൾ. യേശു ശിക്ഷിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ടു. യേശു തകർത്തപ്പെട്ടു, നാം പണിയപ്പെട്ടു. യേശു തിരസ്കരിക്കപ്പെട്ടു, നാം അംഗീകരിക്കപ്പെട്ടു. യേശു നിന്ദിക്കപ്പെട്ടു, നാം മാനിക്കപ്പെട്ടു. യേശു ശാപമാക്കപ്പെട്ടു, നാം അനുഗ്രഹിക്കപ്പെട്ടു. യേശു ക്രൂശിൽ ദരിദ്രനെ പോലെ തൂങ്ങിക്കിടന്നു, അവൻ നമ്മെ സമ്പന്നനാക്കി. അവൻ ക്രൂശിൽ മരണം ഏറ്റെടുത്തു, നമുക്ക് സമൃദ്ധമായ ജീവൻ ലഭിച്ചു. ഈ ലോകത്തിലെ സകല തിന്മകൾക്കും ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. നമുക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് ആ പൗലോസ് ശ്ലീഹായോട് ചേർന്ന് നമുക്കും പ്രഖ്യാപിക്കാം. ഇവിടെ ആ മോൻ വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നുവെന്ന് 1 കൊരിന്ത്യർ 1:18. ആ ദൈവശക്തി പ്രാപിച്ച് ഇന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വിഷയം എത്ര പ്രസംഗിച്ചാലും എത്ര മണിക്കൂറെടുത്ത് പ്രസംഗിച്ചാലും തീരുകയില്ല. ഇനി അവസരം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട റോബിനച്ചനുള്ള സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. തോമസ് അച്ഛൻ്റെ ടെന്യൂർ കാലത്ത് ഞാനിവിടെ ഒരു പ്രാവശ്യം പ്രസംഗിച്ചു. റോബിനച്ചൻ എനിക്ക് ഏരിയ പ്രയറിൽ ഒരു പ്രസംഗത്തിന് അവസരം തന്നു. ഇന്നിവിടെയുമായിരിക്കുന്നു. ഞാൻ വളവര പള്ളിയുടെ മെമ്പറാണ്. അച്ഛൻ പ്രഖ്യാപിച്ചല്ലോ അവിടുത്തെ പ്രയറിൽ, പിന്നെ ചെങ്ങന്നൂർ പള്ളിയുടെ പ്രയർ ഗ്രൂപ്പിൽ എല്ലാം എന്നെ ക്ഷണിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോകുന്നു. മിടുക്കനായിട്ട് കേമനായിട്ടും അല്ല, ഇതുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം എനിക്ക് ആലോചനകൾ തരും. ഞാനത് പ്രഖ്യാപിക്കും. എൻ്റെ ജീവിതകാലം ഓൾമോസ്റ്റ് ഞാൻ ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 35 വർഷത്തോളമായി ഞാൻ ഈ പുസ്തകം ചുമക്കാൻ തുടങ്ങി. ഇതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെയും എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അധികം പറഞ്ഞാൽ അധിക പ്രസംഗമാവും. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അച്ഛൻ പറഞ്ഞ സമയം ഓൾമോസ്റ്റ് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും